Jingle bell, jingle bell, jingle all the way. Oh, my fun. This is apply വരുന്നുണ്ട്. അത് പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ഓക്കെ. അത് ഒരളിയ പൊട്ടി കെട്ടാൻ സാധനം പക്ഷെ എന്നാലും കൂടി സ്റ്റൈലിസ്റ്റ് அடங்கப்பா இது உலக நடிப்புடா சாமி. ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മള് അഫോർഡബിൾ ആയിട്ട് കുറച്ച് പ്രോഡക്ട്സ് ആണ്. അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ചിലർ കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാ കണക്കുള്ള പുൽക്കൂട് ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണം. അപ്പോൾ എളുപ്പമാണ്. ഇത് വേസ്റ്റ് ബിന്നാണ്, നമ്മളെ റൂമിൽ ഇരുന്ന് വേസ്റ്റ് ബിന്നാണ്. അത് കുറച്ച് നാൾ നമ്മളൊന്ന് പുറത്തുനിന്ന് തള്ളിയായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് പുറന്തള്ളുന്ന സാധനങ്ങൾ നമ്മൾ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പുറത്ത് കളഞ്ഞിരുന്നായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് ഇനിയിപ്പം വേണ്ട, വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് കളയാം. കാര്യം എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിനകത്ത് കൊണ്ടിടും. ചപ്പ് ചോറുണ്ടെങ്കിലും മുടി ഉണ്ടെങ്കിലും എല്ലാം അതിനകത്ത് കൊണ്ട് ഒരു മൂലക്കിടും. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുമിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്താ എഴുതിയെന്ന് പറഞ്ഞാൽ ഇത് അവിടെ വെളിയിൽ തന്നെ ഇരിക്കട്ട്, അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് കളയാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ മണ്ണും പൊടിയും അതെല്ലാം അടിച്ച് കൂതറായി കളഞ്ഞ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കൂടാരത്തിന് വേണ്ടിയിട്ട് നമ്മളത് പൊടി തട്ടി കഴുകി സോപ്പിട്ട് നല്ല കിടുക്കാച്ചയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം കണ്ടു നോക്കണേ. അപ്പോൾ എന്താ ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇന്നല്ല ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസിന് പോയി കോളേജിൽ പോകും. പക്ഷേ എന്തെല്ലാം വലിയ കോളേജിൽ പോകുന്നവരായിക്കോട്ടെ, സ്കൂളിൽ പോകുന്നവരായിക്കോട്ടെ, എന്നെ കണക്കുള്ള അമ്മമാരായിക്കോട്ടെ, പിന്നെ എന്താ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, അപ്പോൾ എല്ലാവർക്കും ഇടാൻ പറ്റും. എല്ലാവരും വൈറ്റും ചുമപ്പും ആയിരിക്കും ഇതിൽ ഗുംഗുമാന്ന് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റും അതൊരു വൈറ്റാണ് കേട്ടോ. ഇതൊരു വൈറ്റാണെന്നറിയാം, ഇതും ഒരു ക്രിസ്മസ് ഡ്രസ്സാണ്. അപ്പോൾ വൈറ്റും റെഡും ആയിരിക്കും മെയിൻ നമ്മൾ തീം നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്ക് തറയിൽ കൊടുത്തേക്കാം. തറയിലല്ല, താഴെ കൊടുത്തേക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിച്ചു നോക്കുക. ഞാൻ എല്ലാം മിനിമം നോക്കിയിരിക്കുന്നത് ഒരു 300 താഴോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ 200 താഴോട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനെ ചളു അടിച്ചുകൊണ്ടിരുന്ന ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയട്ടെ, എന്തെങ്കിലും മാറ്റം വരുത്തണോ. അപ്പോൾ അതോടെ തന്നെ നമ്മൾ 1000 എത്രയായിരുന്നു ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് വലിയ മാറ്റമൊന്നും വരത്തില്ല. ഇപ്പം നോക്കി പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പം വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടൊന്നും സംഭവമൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് 1000 എത്രയായിരുന്നു 1100 എത്ര ഉണ്ടായിരുന്നു 1111 എങ്ങാണ്ടായി. അപ്പോൾ എൻ്റെ ചക്കരകളെ എന്നാണ്ട് നമ്മൾ തപ്പിയും തവിടിയും തകടിയും തുഴഞ്ഞും എല്ലാം നമ്മളിവിടെ 1100 എത്തിയിരിക്കുകയാണ്. അപ്പോൾ 1 മില്യൺ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളിവിടെ 1100 എത്തിയിരിക്കുന്നു. നോട്ട് ബാഡ്. നമുക്ക് 1000 ഫാമിലി ആയില്ലേ. നമ്മുടെ വീട്ടിൽ 4-5 പേരല്ലേ ഉള്ളു. അതിൻ്റെ കൂടെ നമ്മൾ 1000 ഫാമിലിയാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതെല്ലാം ചാടുവൊക്കെ മാറ്റിക്കളയാം. നമുക്ക് എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ചുമന്ന ഉടുപ്പ് തന്നെ ആയിക്കോട്ടെ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ചുമന്ന ഉടുപ്പ് തന്നെ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ അതാണ് കഥ സംഭവം. എന്തോ പറയുന്നത് ഇങ്ങനെ എന്താണ് ഞാൻ ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രില്ല് ഇങ്ങനെ കിടക്കുന്നത് ഞൊറിഞ്ഞ് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമ്മൾ ഇടുമ്പോഴായാലും ഇങ്ങനെ ഞൊറിഞ്ഞ് കിടക്കും. പോളിസ്റ്റർ മെറ്റീരിയലാണ് മേടി. താഴെ പേടിക്കണ്ട, താഴെ നല്ല അടിയിൽ എന്തെങ്കിലും ഇടണം. ബെറ്റർ ഓപ്ഷൻ അടിയിൽ എന്തെങ്കിലും ഇടണം. കാര്യം നല്ല രീതി കാണാവുന്നതാണ്. മിക്കാറുള്ള എല്ലാം ഇപ്പം സീ ത്രൂ ആയിരിക്കും. നെറ്റ് കിടക്കണം കാണാം, വെട്ടത്തോടെ കാണാത്തതാണ്. മേളിൽ പോളിസ്റ്റർ ആണ്. സ്മെല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ സ്മെല്ലൊന്നും, സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ചുമന്ന ഉടുപ്പ് വല്ലപ്പോഴും എല്ലാം ഉപയോഗിക്കാൻ തന്നെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 200 എത്ര സംതിങ് ആയി, എന്തായാലും 300 താഴെയാണ്. അപ്പോൾ മേളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈ ഞാൻ പിക്ചർ കൊടുത്തേക്കാം. ഇവിടെ ഇങ്ങനെ ഒരുമാതിരി കണ്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ കെട്ട. ഈ ബട്ടർഫ്ലൈ കെട്ട് ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ കൈ കൊടുക്കുന്ന കഷ്ടപ്പെട്ടാണ്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രില്ല് നല്ല ഭംഗിയാണ്. ഫ്രില്ലല്ല, ഈ ബട്ടർഫ്ലൈ കെട്ട് നല്ല ഭംഗി. എന്താ
ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നത് നല്ല ഭയങ്കര സംഭവം. ഇപ്പൊ നമ്മളെ കഴുത്ത് വന്നിട്ട് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, സിമ്പിൾ. പിന്നെ വേണമെങ്കിൽ നമുക്കിത് മോഡിഫൈ ചെയ്ത് എടുക്കാം. ഇത് സിമ്പിൾ. ഇതിന്റെ കൂടെ ഇങ്ങനൊരു വയറിൽ കെട്ട ഒരു സാധനമുണ്ട്. ഇത് കെട്ടുന്നതിനെക്കാട്ടിയും ഇത് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഞാനൊരു ഐറ്റം പറഞ്ഞുതരാം. ഇത് വാങ്ങിക്കുന്നവരാണെങ്കിൽ സംഭവം ഇതോ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് പട്ടിയുടെ തൊടലില്ല, ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ, സ്റ്റൈലിസ്റ്റ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിടാം. ഞാൻ ഇപ്പം ഇട്ടേക്കുന്നതാണ്, അത് കണക്കിടാം. ഇത് 2 സൂപ്പറാണ് കേട്ടോ. നല്ല നമുക്ക് വയറുള്ളവരാണെങ്കിലും ഇത് വലിയുന്ന സാധനമാണ്. പക്ഷെ ഇതും ഒരുവിധം എന്താ ഇത്രയും ലെങ്ത് ഉണ്ട്. ഇത്രയും ലെങ്ത് പോലും, ഇത്രയും ലെങ്ത്തൊക്കെ മതിയായിരിക്കും. പിന്നെ കനമുള്ളവർക്കാണെങ്കിൽ ഇടാം ഗൈസ്. നമ്മളൊക്കെ എല്ലാം ഇടണം. നമ്മളൊക്കെ കനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഇടാതിരിക്കുന്നത്. എല്ലാവരും നമ്മളെ കളിയൊക്കെ ആക്കും. നമ്മൾക്ക് കനം ഉണ്ട്, എന്തോ ഞാനാ അപ്പോൾ കനമുണ്ട് അതങ്ങോട്ട് വിചാരിച്ചങ്ങ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇതങ്ങ് ഇടുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു കുണക്കൊക്കെ ഉണ്ട്. കുണക്ക് വന്നിട്ട് ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. കാണാമോ ഇവിടെ ഒരു കുണുക്ക് വന്നിട്ട് മണി. ഇതെന്ന് പറയുന്നത് നടുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ചെയിനാണ് കേട്ടോ. ഇത് കളറൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും സംഭവം നമുക്ക് ഇടുമ്പോൾ നല്ല ലുക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ഇത് സംഭവം ഇങ്ങനെ വലിയും, നല്ല വലിയും. അതുകൊണ്ട് പേടിക്കണ്ട. അത് ഇതിൻ്റെ സ്റ്റൈലേ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ഇത് ഞാൻ വാങ്ങിക്കാൻ പറയും. ഇത്രയും വാങ്ങിച്ചില്ലെങ്കിൽ ഇത് വാങ്ങിക്കണം കേട്ടോ. നമുക്ക് ചില ഉടുപ്പിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പൊക്കെ ആയിട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ ഇങ്ങനെ ഇവിടെ മാത്രമേ ഷേപ്പ് ഉള്ളൂ, താഴോട്ട് ഷേപ്പൊന്നും ഇല്ല. അപ്പോൾ വയറിൻ്റെ ഇടമൊക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ 2 കൂടെ ഒരുമിച്ചാണ് കിട്ടുന്ന. ഇത് എങ്ങാണ്ട് 164 എങ്ങാണ്ടേ ആയുള്ളൂ. 2 കൂടെ ലാഭമാണ്. അടുത്തതും ഒരു ഡ്രസ്സാണ്. ചുവപ്പ് മാത്രം മതിയോ? നമുക്കൊരു വെള്ള ഡ്രസ്സ് വേണ്ടേ? അതാണ് 2 ഇടാൻ. ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, കറുപ്പുണ്ട്, നീലയുണ്ട്, അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ വന്നിട്ട് ഇത് വന്നിട്ട് ആരും പിടിക്കണ്ട, നൈറ്റും ഉണ്ട്. ഇങ്ങനെയാണ് അല്ല, കൈയൊന്നുമില്ല കൈ, സ്ലീവ്ലെസ് ആണ്. നമ്മളെ ബ്രായുടെ ബ്രേസറിൻ്റെ സ്ട്രാപ്പ് കിടക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിടാം. ഇല്ല, ഇവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ട്രാപ്പല്ല, ഇത് തുണിയാണ്. മെറ്റീരിയൽ വൈസ് നോക്കുവാണെങ്കിൽ ഇവിടെ മാത്രമേ ഇത് ഓപ്പൺ ആവും കേട്ടോ. പേടിക്കേണ്ട, താഴോട്ടെല്ലാം ഇത് ഉണ്ടെങ്കിലും ഇവിടെ മാത്രമേ ഓപ്പൺ ആവും. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കിൽ മാത്രം ഈ ഇതുണ്ടല്ലോ, ഇങ്ങനെ ആവുന്ന മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ ഇതാണ്, പക്ഷെ ഇത് ഭയങ്കര സീ ത്രൂ ആണ്. എന്ന് വെച്ചാൽ കാണാൻ പറ്റും, ഇങ്ങനെ കാണാൻ പോകും, താഴെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഇത് മൊത്തം ഓപ്പൺ ആണേ. അപ്പോൾ ഇത് സംഭവം പെറ്റിക്കോട്ടോ എന്തെങ്കിലുമൊക്കെ നല്ല കണക്കിനിടണം കേട്ടോ. ഉണ്ടോ ഇതെല്ലാം ഓപ്പണാണ്. കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഡിസൈൻ വന്നു. ഇത് നല്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്നുള്ള ചിലർക്കൊക്കെ നല്ല മെലിഞ്ഞിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇച്ചിരി കനമുള്ളവരോ എൻ്റെ കണക്ക് കണ്ണുള്ളവർക്കോ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഇച്ചിരി ലൈറ്റ് വെക്കില്ല, പക്ഷെ നല്ല തുണി ചൂടെന്ന് പറയുന്ന സാധനമില്ല, അത്രയ്ക്കും നല്ല കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ സംഭവം കൊള്ളാം. മേളിൽ ഒന്നും ഇടാതിടാൻ പറ്റാത്തവർ കാണുമല്ലോ. ഇപ്പോൾ ഇതിങ്ങനെ ഇടുന്നവർക്കാണെങ്കിൽ, കംഫർട്ട് ഉള്ളവർക്കാണെങ്കിൽ ഇടാം. അപ്പോൾ ഇതിങ്ങനെ ഇടാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ഇതിനൊക്കെയുള്ള മോഡൽ ഡ്രസ്സൊക്കെ ഇടണമെന്ന് എല്ലാവർക്കും കാണത്തില്ലേ. ഞങ്ങളൊക്കെ അമ്മമാർക്കില്ലേ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയുള്ള അമ്മമാർക്കുള്ള ഡ്രസ്സ് ഇടാം കേട്ടോ. അമ്മമാരെ ഇടുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കംഫർട്ട്, എന്ത് ഡ്രസ്സ് ഇടുന്നതിൽ നിങ്ങൾ കംഫർട്ടാണോ, നിക്കർ ഇടുന്നതിൽ കംഫർട്ടാണോ, നിങ്ങൾ ആരും പറഞ്ഞിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കംഫർട്ടാണെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ ആളുകളെയൊക്കെ അനുസരിച്ചിരിക്കും നമ്മളെ ജീവിതവും. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ഇത് ഇടുമ്പം നമുക്ക് മേളിൽ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് ഇതുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിരുന്നുണ്ടോ, ഇതൊരു ജാക്കറ്റാണ് കേട്ടോ. ജാക്കറ്റ് വേറെ എന്തിനെങ്കിലും ഒക്കെ കൊള്ളാം, ഇതിനൊക്കെ ഇടാൻ കൊള്ളാം. അപ്പോൾ നല്ലൊരു ജാക്കറ്റാണ്. വേണ്ട ഇങ്ങനെ ഇടാം. നല്ല കളർ, എനിക്ക് കളർ നല്ല കളർ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട ഇതിലൂടെയൊക്കെ ഇടാൻ കൊള്ളാം. അപ്പോൾ ഇതാണ് സംഭവം. താഴെ വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ഇടാം. ഷർട്ട് ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് ഒക്കെ വെച്ച് ക്രിസ്മസിന് എല്ലാവരും അടിച്ചു പിടിച്ച് പോകുള്ളവരെ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നിങ്ങളൊക്കെ അടിച്ചു പിടിച്ച് പോയിട്ട് വരും. ക്രിസ്മസിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. കേക്ക് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. വൈൻ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഇത് മനസ്സിലായി കാണുമല്ലോ. ഇത് തുണി നമ്മളെ കോട്ടൺ മെറ്റീരിയലാണ്, അകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. സൈസ് അനുസരിച്ച് എക്സ്ട്രാ നോക്കി വാങ്ങിക്കുക. ഇപ്പം എൻ്റെത് മീഡിയം ആണെങ്കിൽ ലാർജ് വാങ്ങിക്കുക. അങ്ങനെ
ലാർജ് ആണെങ്കിൽ എക്സൽ വാങ്ങിക്കാം അങ്ങനെ. അപ്പോൾ ഇതിനും അത്ര വിലയൊന്നുമില്ല, എല്ലാം 300 അണ്ടറില്ല. അപ്പോൾ തുണിയും നല്ലതാ, എല്ലാം നല്ലതാ. കളറാണ് സ്പെഷ്യൽ. ഇത് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇതിന്റെ. അപ്പം അടുത്തത് ഈ ഡ്രസ്സ് കണ്ടോ, ഈ ഡ്രസ്സ് ഇന്നിക്കാനൊരു മടി. അപ്പോൾ ഇത് വന്നിട്ട് താഴെ ഇങ്ങനെ ഒക്കെ കണ്ടിരുന്നില്ല, ഇത് താഴെ ഇങ്ങനെ നെറ്റൊക്കെ തന്നെ സംഭവം കണ്ടോ. ഇതൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നവർക്ക് ഇട്ടുകൊണ്ട് പോവാം. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്, ഇതാണ് ഒരു ഡ്രസ്സ്. പിന്നെ വേറെ ഒരു ഡ്രസ്സുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. അതും മീഷോന്ന് വാങ്ങിച്ചത്, പക്ഷെ അത് ഞാൻ കാണിക്കാത്തെന്ന് പറഞ്ഞാൽ അതും റെഡാണ്. പക്ഷെ അതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുമല്ല നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു 1000 റേഞ്ച് വരും. അതെന്താ പറയുക, 1000 റേഞ്ച് വരും. 1000 ഒരുവിധം എല്ലാവർക്കും ഇടാൻ പറ്റിയ. പിന്നെ ഇതിന്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തത് കേട്ടോ. ഇപ്പൊ റെഡൊക്കെ കുറെ വരുന്നുണ്ട്, മിക്കവാറും കാണും. അപ്പോൾ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് 4 എണ്ണം ഒരുവിധം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച, അതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും വില കൂടിയത് ഉണ്ടെന്നാൽ വില കുറഞ്ഞുണ്ട്. വില കുറഞ്ഞതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വില കുറഞ്ഞായിരിക്കുമല്ലോ സെർച്ച് ചെയ്യുന്ന കാര്യം, ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഈ പുതുതായിട്ട് ആദ്യം പറയേണ്ട സാധനം, ആരെങ്കിലും പുതുതായിട്ട് വന്നെങ്കിൽ നമ്മളെ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെന്താ, എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ടേക്കാം, ഞാനല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളവർക്കും, അതായത് നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും, അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ നമ്മളെ ഫാമിലിയിലോട്ട് വരികയാണ്, പുറത്തുനിന്ന് വരുന്ന പുതുതായിട്ടുള്ളവർക്കും എല്ലാവർക്കും നമ്മളെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളാണ് എൻ്റെ പ്രചോദനം. ആ ഒരു ത്വര വരണമെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, പുതുതായിട്ട് വരുന്നവരാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേരെ, ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നോ തെറി, നോ ചീത്ത. ഓക്കെ, വഴക്കും പറയണ്ട, അതിനാണ് ഞാൻ ഈ ചീത്തളി എന്ന് പറയുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ, പിന്നെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്ത് നമ്മളെ ചാനലൊന്ന്. അപ്പോൾ ബൈ ദ ബൈ ഞാൻ നിർത്തിപ്പോട്ടെ അല്ല, നമ്മളെ ബൈ ദ ബൈ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്ന് ബൈ ബൈ പറയാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. അപ്പോൾ പൊട്ടിച്ചിട്ട് വെച്ചേട്ടെ. ബൈ ബൈ, സീ യു, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ക്രിസ്മസ്.